ഇതാണ് നമ്മുടെ ക്രൗൺ. ഇഷ്ടപ്പെട്ടോ? ഫ്രെയിം നോക്കണേ, റിഫ്ലക്ഷൻ നോക്കണേ. റെഡി? കടലിൽ നിന്ന് ഇപ്പൊ പൊങ്ങി വന്നേ ഉള്ളൂ. പേഴ്സൊക്കെ ആയിട്ട്. ഹലോ ഡിയേഴ്സ്, പെട്ടെന്നായിരുന്നു കേട്ടോ എനിക്ക് ഈ ഒരു ഷൂട്ടിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയത്. 2 ഡേയ്സിനുള്ളിൽ നമുക്ക് കോസ്റ്റ്യൂം അറേഞ്ച് ചെയ്യണമായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലൊരു ഷോൾ, ഈ ഒരു ബ്ലൂ കളർ ഷോൾ ഉണ്ടായിരുന്നു. അതിന് മാച്ച് ആവുന്ന ഒരു മെറ്റീരിയൽ നമ്മൾ എടുത്ത് പെട്ടെന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത്, ഒരു ദിവസം കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് വർക്കൊക്കെ ചെയ്തെടുക്കുവാണ് ഈ ഷൂട്ടിന് വേണ്ടിയിട്ട് കോസ്റ്റ്യൂമൊക്കെ. അതിൽ കൂടെ നമ്മൾ ഒരു ക്രൗൺ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ക്രൗണിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടൗണിൽ ഇറങ്ങിയതാണ്. ഇതൊരു 1 ഇയർ ബിഫോർ നടന്ന ഷൂട്ടാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ വീഡിയോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ എടുത്തു വച്ചിരുന്നു, പക്ഷെ നമുക്കത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ക്രൗൺ എങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തെടുത്തത്, ഈ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തെടുത്തതെന്നാണ് നിങ്ങളെ കാണിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഹെയർ ബാൻഡിലാണ് ഈ ഒരു ക്രൗൺ സെറ്റ് ചെയ്തെടുക്കുന്നത്. 1-2 ഹെയർ ബാൻഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എന്താ പറയുക, കുറച്ച് സ്പോഞ്ചൊക്കെയുള്ള കുഷ്യൻ ടൈപ്പ് ഹെയർ ബാൻഡാണ് ഇതിനു വേണ്ടി സെലക്ട് ചെയ്തത്. നമ്മൾ വയർ ടൈ വെച്ചിട്ട് ഒരു എന്താ പറയുക, ഒരു ബേസാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ക്രൗൺ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ മനസ്സിലൊരു ഐഡിയ ഒക്കെ വെച്ചിട്ട്, ഏകദേശം ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. ചെയ്ത് വരുമ്പം എന്തെങ്കിലും ശരിയാകാണ്ട് പോവുകയാണെങ്കിൽ അത് നമ്മൾ മാറ്റി ചെയ്യും. അല്ലാതെ നമ്മൾ ട്രയലൊന്നും എടുത്ത് നോക്കിയിട്ടില്ല ഈ ഒരു ക്രൗണിന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്, അത് വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് കുറേ സാധനങ്ങൾ ഈ ഹെയർ ബാൻഡ് നമ്മൾ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബേസ്, എത്രയും കനം താങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബേസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് നമ്മൾ വരട്ടെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. പിന്നീട് ഇത് നിലനിർത്തണോ അതോ കട്ട് ചെയ്ത് കളയണോ എങ്ങനെയാണെന്നുള്ളതൊക്കെ വരുന്ന ഭംഗി എന്താണെന്ന് തോന്നുന്നു അതനുസരിച്ച് ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ കേട്ടോ. ഈ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ തീം സെലക്ട് ചെയ്യുക, ആക്സസറീസ് ഉണ്ടാക്കുക, ഡ്രസ്സ് ചെയ്യുക, ഇതെല്ലാം നമ്മൾ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആണ്. അപ്പം ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ആക്രി പെറുക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് കുറേ ഷെൽസൊക്കെ ഞാൻ ബീച്ചിൽ പോയപ്പോൾ പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പെറുക്കി അത് കഴുകി ഉണങ്ങി ഒരു ടിന്നിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഓഷ്യൻ തീം ചെയ്യാമെന്നുള്ളൊരു ഐഡിയയിലേക്ക് എത്തി. പിന്നെ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് നമ്മൾ ചെയ്യിപ്പിച്ചു. എൻ്റെ കയ്യിൽ നല്ലൊരു ഷോൾ ഉണ്ടായിരുന്നു. ആ ഷോൾ വെച്ചിട്ടൊരു ഗൗൺ സെറ്റ് ചെയ്തേക്കാന്ന് വെച്ചാൽ അതും നമ്മൾ ചെയ്തെടുത്തു. പിന്നെ അടുത്തത് നമ്മൾ ആക്സസറീസാണ്. മെയിൻ ആക്സസറി വരുന്നത് നമ്മുടെ ക്രൗൺ തന്നെയാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുക, നമ്മുടെ മനസ്സിലുള്ള പോലെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞൊരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ തെർമോക്കോളിൽ നമ്മൾ ഗ്ലൂ ഗൺ ഒട്ടിക്കുമ്പോഴത്തേക്കും ചിലപ്പം ഗ്ലൂ ഗണ്ണിൻ്റെ ആ ഒരു പശ നല്ല ചൂടായിട്ടാണല്ലോ വരുന്നത്. അത് ചിലപ്പോൾ ഉരുകി പോകാനും ഒക്കെ ഉള്ളൊരു ചാൻസ് ഭയങ്കരമാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷെൽസിൻ്റെ വലുപ്പം അനുസരിച്ച് നമ്മളൊരു ഭംഗിയിലും മെനയ്ക്കൊക്കെ ഇത് ഒട്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും വലുത് സെൻറ്ററിൽ വരുന്ന രീതിയിൽ, ഓരോ വട്ടത്തിൻ്റെയും സെൻറ്ററിൽ വരുന്ന രീതിയിൽ ബാക്കി ചെറുതുങ്ങളെല്ലാം അടുക്കി ഒട്ടിച്ച് അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മളിത് ഒട്ടിക്കുന്നത് കേട്ടോ. നമ്മളെന്തും ചെയ്യുമ്പോൾ അതിനുള്ളൊരു സമയം എടുത്ത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ ഒരു പെർഫെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷെൽസ് ഞാൻ കളക്ട് ചെയ്തത് കേട്ടോ. പക്ഷേ ഇത്ര ഒരു ഷോർട്ട് ടൈമും കൊണ്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതും ഭംഗിയും ആവണമല്ലോ. നമ്മൾ ഒരു ചാനലിലൊക്കെ നമ്മൾ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അതിൻ്റേതായ ഒരു ഭംഗി വേണമല്ലോ. നമ്മൾ ചുമ്മാ ചെയ്യുന്ന പോലെ അല്ലല്ലോ ഇങ്ങനെ. അപ്പോൾ ഒത്തിരി ആളുകൾ കാണുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു പെർഫെക്ഷനും വരണം. എന്താ പറയുക, ചുരുങ്ങിയ സമയം കൊണ്ട് അത് ചെയ്തും തീരണം എന്നുള്ളൊരു കാര്യമായിരുന്നു എൻ്റെ മുന്നിൽ. പിന്നെ നമ്മൾ ചില ക്രൗണൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തലയിൽ വെക്കാനായിട്ട് അത് നിവർത്തി കഴിയുമ്പോഴത്തേക്കും ഒടിഞ്ഞു പോകുന്നൊരു പ്രശ്നമുണ്ട്. കാരണം ഇത്രയും ഹെവി സാധനങ്ങളൊക്കെ ഇരിക്കുമല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു ഷെൽസിനകത്തോട്ട് നമ്മൾ ബീഡ്സ് കൊടുക്കുന്നുണ്ട്, ചെറിയ ചെറിയ പേൾസൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ചിപ്പിക്കകത്ത് ഇങ്ങനെ മുത്തിരിക്കുന്ന ഒരു എഫക്റ്റാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ ബാക്കിലെ ആ ഒരു വയർ ടൈ ഇല്ലേ, അത് നമ്മൾ കട്ട് ചെയ്ത് കളയും കേട്ടോ. ആ ഒരു എക്സ്ട്രാ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയും. അപ്പോൾ നമ്മുടെ ക്രൗൺ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി എക്സ്ട്രാ നീണ്ടു നിൽക്കുന്ന ആ ഒരു വയർ ടൈ കട്ട് ചെയ്ത് കളഞ്ഞ് ബാക്കിൽ കുറച്ച് തൂവലും കൂടെ നമ്മൾ ഒട്ടിച്ചെടുക്കും. പിന്നെ 2 സൈഡിലും ഒരു സൈസ് മുത്ത് നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അത് എൻ്റെ കമ്മലായിരുന്നു. ഞാനതൊരു കമ്മൽ ഇയറിങ്സ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അതെടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് നമ്മുടെ ക്രൗൺ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി കണ്ടോ. ഇത് തന്നെ നല്ല രസമായിരുന്നു, എനിക്കിതായിരുന്നു ഇഷ്ടം.
പിന്നെ ഞാൻ കുറച്ച് തൂവലും കൂടെ ആഡ് ചെയ്യാമെന്ന് വെച്ചു കേട്ടോ, കാരണം ആ തെർമോക്കോളൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹലോ, ഐ ആം ദിവ്യ ബ്രിൻഡോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡമ്മീസ് ഒന്നും കണ്ട് ആരും പേടിക്കേണ്ട. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫ്ലവേഴ്സിൻ്റെ സ്റ്റുഡിയോയിലാണ്. നമ്മളിവിടെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വന്നതാണ്. ഫാഷൻ എന്ന് പറയുന്നൊരു പ്രോഗ്രാം ചെയ്യാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. നമ്മുടെ മോഡലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും റെഡിയല്ലേ നമുക്ക് തുടങ്ങാം. അപ്പം നമ്മുടെ തീം വന്നിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തീമാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ബാച്ച്. അപ്പോൾ നമ്മുടെ ഒരു ഷൂട്ടിൻ്റെ ടൈം അവർ ഫിക്സ് ചെയ്തിരുന്നത് രാവിലെ തൊട്ട് ഉച്ച വരെയാണ്. നമ്മൾ അത് രാവിലെ അവിടെ ചെന്നതാണ്. പിന്നെ എന്താ എൻ്റെ കൂടെ ഉള്ളത് മോഡൽ ഷൈഫ, ഇതാണ് ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോകുന്ന കുട്ടി. അപ്പോൾ ഈ കുട്ടിയെ വെച്ച് ട്രയലൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ആക്സസറി ഒക്കെ വെച്ച് ആ കൊച്ചിനെ ഒന്ന് നോക്കുമായിരുന്നു ഞാൻ എങ്ങനെയുണ്ട്, അത് സ്യൂട്ടാവുമോ എന്നൊക്കെ. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം കഴിയുമ്പോൾ അടുത്ത പ്രോഗ്രാമിന് ആൾ വെയിറ്റിംഗ് ആണ് കേട്ടോ, അടുത്ത പരിപാടിക്ക് വേണ്ടിയിട്ട്. അപ്പം കംപ്ലീറ്റ് എന്താ പറയുക, ഇങ്ങനെ ഷൂട്ടാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഇൻട്രോ എടുക്കുന്ന ഭാഗമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇൻട്രോ എടുക്കാൻ തന്നെ നല്ലൊരു ടൈം എടുത്തു. നമ്മളൊക്കെ ഭയങ്കര അഭിനേതാക്കളാണല്ലോ, അതുകൊണ്ട് നല്ല ടൈം എടുത്തു. അപ്പം നമ്മൾ എന്ത് കാണിച്ചു കഴിഞ്ഞാലും തിരിഞ്ഞാലും മറിഞ്ഞാലും, അതുപോലെ ഒരു ഐ ഷാഡോ പാലറ്റ് എടുത്താലും ഒരു ബ്രഷ് എടുത്താലും എല്ലാം ഷൂട്ട് ചെയ്താണ് പോകാൻ പറ്റുള്ളൂ. കാരണം അതാണല്ലോ നമ്മുടെ കണ്ടൻറ്റ്. അപ്പം എന്താ പറയുക, നല്ല ടൈം ടേക്കിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. നല്ല ക്ഷമ വേണം, ഷൂട്ട് ചെയ്യുന്നവർക്ക് നല്ല ക്ഷമയുണ്ട് കേട്ടോ. എന്താണെങ്കിലും അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് എഫേർട്ടാണെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. നമ്മൾ കാണുന്ന ഒരു പ്രോഗ്രാമിൻ്റെ പിന്നിൽ എത്ര പേരുടെ ഹാർഡ് വർക്കാണെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് പോവുകയാണ്. ക്യാമറ എന്താ പറയുക, ഷൂട്ട് ചെയ്യുന്ന ആളുകൾ, അതുപോലെ കൊറിയോഗ്രാഫർ, എല്ലാവരും നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അത് എഡിറ്റ് ചെയ്യുന്ന ആൾ, അങ്ങനെ നമ്മൾ കാണുന്ന ഒരു അരമണിക്കൂറത്തെ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റത്തെ പ്രോഗ്രാം ആണെങ്കിൽ കൂടി അതിൻ്റെ പിന്നിൽ ഒത്തിരി പേരുടെ അധ്വാനമുണ്ട് കേട്ടോ. അപ്പം നമ്മളെല്ലാം സെറ്റാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കോസ്റ്റ്യൂമും നമ്മുടെ ആക്സസറീസും എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ക്രൗണൊക്കെ കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പം ഞാൻ ഒത്തിരി ആക്സസറീസൊക്കെ എടുത്തിട്ടുണ്ട്, കാരണം ഞാൻ ട്രയൽ മേക്കപ്പ് ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. കംപ്ലീറ്റ് മേക്കപ്പ് കഴിയുമ്പോഴത്തേക്ക് ആ കൊച്ചിന് ചേരുന്ന എന്താണോ ആ ആക്സസറീസൊക്കെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. എല്ലാം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷൂട്ട് ഇതേ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷൂട്ട്. ഹായ്, ഐ ആം ദിവ്യ ബ്രിൻഡോ. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മേക്കപ്പ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മോഡൽ വന്നിട്ടുണ്ട്. ഹായ് ഷൈഫ. ഹെവി ആയിട്ട് ചെയ്യുന്നത് ഫേസ് എല്ലാം നമ്മുടെ സ്കിൻ ഫിനിഷ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആണ്. ഒരു ഡ്യൂവി ലുക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പൊതുവെ എല്ലാവർക്കും അങ്ങനെ തന്നെ. ഇപ്പോൾ ഈ കൺസെപ്റ്റ് അല്ലാതെ ബ്രൈഡിന്റെ വർക്ക് ആണെങ്കിൽ പോലും അങ്ങനെ തന്നെ. അതെ, നമ്മൾ ഐസിനും അതുപോലെ ഹെയർ ചെയ്യാനുള്ള ഏറ്റവും ടൈം എടുക്കുന്നത്. അത് മാത്രമല്ല രണ്ടും നല്ല ഭംഗിയാവുമ്പോൾ തന്നെ ആളുടെ ഒരു എന്താ മൊത്തത്തിലൊരു തെളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് കണ്ണിങ്ങനെ നല്ല ബ്രൗൺസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് നമ്മൾ അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഏറ്റവും ലൈറ്റ് ബ്രൗൺ, പിന്നെ കുറച്ച് ഡാർക്ക് ബ്രൗൺ, അങ്ങനെ കളേഴ്സ് കൊടുത്ത് നമ്മൾ ആ കണ്ണിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് എടുത്ത് കാണിച്ച് കോണ്ടോർ ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ യഥാർത്ഥ കളറിലേക്ക് പോകാൻ. നമ്മൾ ബ്ലൂ തീമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതല്ലേ കണക്ഷൻസ് ഉണ്ടാവും. ഡിഗ്രി ബികോം ആണോ പഠിച്ചത്? അതെ, നമ്മുടെ സെന്റ് ജോസഫിലാണ് പഠിച്ചത്. ഇങ്ങനെയുണ്ടായിരുന്നു കോളേജ് ലൈഫ്? നൈസായിരുന്നു. കഴിഞ്ഞു 2019 ഇഷ്ടമുണ്ടോ കഴിഞ്ഞത്? അങ്ങനെ ചോദിച്ചാൽ ചെറുതായിട്ടുണ്ട്. ഇത് പഠിക്കണ്ടല്ലോ ഓർത്തിട്ട്. നിങ്ങൾക്ക് പുതിയൊരാളെ കാണാം. ചെയ്തതിന് ശേഷം ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്തിട്ട് വേണം നമ്മൾ ഗ്ലിറ്റേഴ്സ് സ്റ്റിക്ക് ചെയ്യാനായിട്ട്. തീരുമാനമായി ഒട്ടിപ്പിടിക്കാന്നുള്ളത് അല്ലേ? ഗ്ലൂ ഒക്കെ വെച്ച് മോഡലിന്റെ വലിയ ആഗ്രഹമാണ് കണ്ണ് ഒട്ടിപ്പിടിക്കാന്നുള്ളത്. ശരിയാക്കി തരാം. വളരെ നല്ലതാണെന്ന് മനസ്സിലായി. എപ്പോ വേണമെന്ന് എന്റെ അടുത്ത് ചോദിച്ചു പോയാൽ മതി. ഉൾപ്പെടെ സാധനം അത്
റെഡി എടാ ഞാൻ ക്ലോസ് ആണ് പുള്ളിക്കാരിയുടെ ഫ്രെയിം 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 ഞാൻ പുള്ളിക്കാരുടെ ക്ലോസ് ആണ് ക്ലോസ് ആണ് ആ ഞാൻ ആ മോഡലിൽ ബാക്കിയുണ്ട് 3 ഷോട്ടും പോകും. ഫ്രെയിം നോക്കണേ ഫ്രെയിം നോക്കണേ റിഫ്ലക്ഷൻ നോക്കണേ കേറി കേട്ടോ ഇവിടെ മേക്കപ്പും ചെയ്തോണ്ടിരുന്നിട്ട് പേർക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ മേക്കപ്പും ഹെയർ സ്റ്റൈലും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കംപ്ലീറ്റ് ലുക്കിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ഡ്രസ്സും അതുപോലെ ആക്സസറീസ് എല്ലാം കൂടെ വരുമ്പോഴാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക്. എങ്ങനെയുണ്ട്? പ്രതീക്ഷിച്ചതിനേക്കാളും കൂടിയെന്നല്ലേ? ഹാപ്പി ഓക്കെ. ക്യൂരിയോസിറ്റി പാവം നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വിശപ്പെല്ലാം സഹിച്ച ബിസ്ക്കറ്റ് കിട്ടിയായിരുന്നു. കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ഫുൾ ആക്സസറീസും എല്ലാം വെച്ച് കാണാൻ കൊതിയാവുക. മീൻസ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും. അതേ എക്സൈറ്റ്മെന്റിലാണ് ഞാനുള്ളത്. നമുക്ക് പോവാം. ഷുവർ. നമ്മൾ ഈ ഒരു ഡ്രസ്സിന് ചേരുന്ന രീതിയിലുള്ള ഒരു നെയിൽ എക്സ്റ്റൻഷനൊക്കെ കൊടുക്കുവാണ്. അതും നെയിൽ എക്സ്റ്റൻഷൻ ഉറപ്പായിട്ടും ആക്സസറീസിന്റെ ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ വളരെ മിനിമൽ ആയിട്ടാണ് ആക്സസറീസ് കൊടുക്കുന്നുള്ളൂ. അതിലൊന്നാണ് നെയിൽസ്. പാർട്ട് തന്നെയാണ്. നമ്മൾ വളരെ മിനിമൽ ആയിട്ട് മാത്രമേ ആക്സസറീസ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നെയിൽ എക്സ്റ്റൻഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓഷ്യൻ തീമിന് ചേരുന്ന ഒരു കളറാണ് ഈ ഒരു നെയിൽ വന്നിട്ട്. ഇതാണ് നമ്മുടെ ക്രൗൺ. ഇഷ്ടപ്പെട്ടോ? മനസ്സിൽ കണ്ട പോലെയാണ് ക്രൗൺ വന്ന്. once more. ഇയറിംഗ്സും കൂടെ കൊടുക്കും നമ്മൾ ഈ ഒരു ലുക്കിന്. കറക്റ്റ് ആ ഒരു ക്രൗണിനോട് മാച്ചിങ് ആയിട്ടൊരു പേളൊക്കെ ആയിട്ട് നല്ലൊരു സംഭവം. താങ്ക് യു. കടലിൽ നിന്ന് ഇപ്പൊ പൊങ്ങി വന്നേ ഉള്ളൂ പേൾസ് ഒക്കെ ആയിട്ട്. അപ്പം ഞങ്ങളുടെ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കഠിന പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ മേക്കപ്പ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടോ? ഉദ്ദേശിച്ച പോലെയൊക്കെ വന്നാ? ഉദ്ദേശിച്ചതിനപ്പുറം. ഓക്കെ, താങ്ക് യു. മോഡൽ ഷൈഫ. ആള് പ്രൊഫഷണലി ഒരു സ്റ്റൈലിസ്റ്റ് ആണ്. വീട് പാലക്കാടാണ്. അപ്പം നമ്മുടെ കൂടെ ഇത്രയും നേരം കോഓപ്പറേറ്റ് ചെയ്തതിന് വളരെ താങ്ക്സ്. താങ്ക് യു. ഇപ്പം ആൽഫേനെ പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ആൽഫയ്ക്ക് ഒത്തിരി താങ്ക്സ്. എല്ലാവരും വളരെ കോപ്പറേറ്റ് ചെയ്തു. പിന്നെ ഇത്രയും നല്ലൊരു അവസരം തന്ന ഫ്ലവേഴ്സിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ട് നമ്മൾ ചെയ്ത മേക്കപ്പിനെ പറ്റി സംസാരിക്കുന്ന ഒരു സെക്ഷനാണ് കേട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഓരോരോ അഭിപ്രായങ്ങൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. കിട്ടണമായിരുന്നു. അപ്പൊ ഹെയറിന് അത്രയും ഓളിയം ഇന്ത്യൻ നമ്മള് ഹെയറിന് പൊതുവെ ഇപ്പോഴത്തെ എല്ലാവർക്കും ഹെയറിന് ഓളിയം കുറവാണ്. അപ്പൊ നമ്മള് 2 എക്സ്റ്റൻഷൻ യൂസ് ചെയ്തു ആ ഫുൾ ഫൈനൽ ലുക്ക് കിട്ടാൻ. എന്റെ പേര് ഷൈഫ. ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. എന്റെ ഫീൽഡ് എന്താണെന്ന് വെച്ചാൽ ഞാൻ മോഡലിംഗ് ഫീൽഡാണ്. ബട്ട് ഞാൻ സ്റ്റൈലിസ്റ്റും പഠിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഡാൻസറായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്.